ഉമർ ഫൈസിനെയും അമീദ് ഫൈസി അമ്പലക്കടവിനെയും ഒഴിവാക്കിയിട്ടുള്ളൊരു സമസ്ത ഉണ്ടാവൂല. മനസ്സിലെ സമസ്ത ഓലാണ്, ദീനു ഓലാണ്. ദീനിന്റെ കാര്യം ഓല് തുറന്നു പറയും. അത് നിങ്ങൾക്ക് ദീനില്ലാത്ത ആൾക്കാർക്ക് താല്പര്യമല്ല. അതാണ് ഇതിന്റെ ഉള്ളടക്കം. ദീനെന്ന് പറയുമ്പോ ബലിക്ക് ചെറിയ വിറയല ഉണ്ടാവും. ബലിയക്കത്ത് ദീനില്ലല്ലോ. ദീനില്ലാത്തോണ്ട് ബലിക്ക് ഇടളക്കുണ്ട്. അതന്നെ പ്രശ്നം. ഉമർ ഫൈസി ഉസ്താദും അതുപോലെ തന്നെ അമീദ് ഫൈസിയും എന്ത് ചെയ്യും? ദീൻ പറയും. അത് ഇവർക്ക് പറ്റൂല. അത് ഇവർക്ക് പറ്റുമ്പോൾ ഇവര് നേരെ തിരിച്ചു വിടുന്നത് അത് ഇന്ന ആൾക്കെതിരെയാണ്, മറ്റാൾക്കെതിരെയാണ്, മറ്റുള്ളവർക്ക്. അവർ ധീരമായ പറഞ്ഞ വാക്കോടുകൂടി പറയും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചിന പരിപാടി അവർക്കില്ല. അത് ഇവർ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പറഞ്ഞു കൊടുക്കും. അത് ഞങ്ങളെക്കുറിച്ചാണ്, അത് തങ്ങളെക്കുറിച്ചാണ്, അത് കുഞ്ഞാലിക്കുട്ടിനെ കുറിച്ചാണ്, അതല്ലെങ്കിൽ മറ്റവനെ കുറിച്ചാണെന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങട്ടടിച്ചാല് അമീദ് ഫൈസ അല്ല, ഏത് ഫൈസും തിരിച്ചടിക്കും. സമസ്തനെ തൊട്ട ഇനി മുതൽ തിരിച്ചടിക്കും. ലീഗല്ല, ഏവനായിട്ടും കാര്യമില്ല, പാണക്കാട് കുടുംബമായിട്ടും കാര്യമില്ല. മനസ്സിലായോ? ഏത് തറവാടില്ല എന്നെ കാര്യമില്ല. സമസ്തനെ കൈ വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും തിരിച്ചടിക്കും. അതിന്റെ അടിക്കണം, തിരിച്ചടിക്കണം. നിങ്ങൾക്ക് നിങ്ങൾ ഒന്നുമില്ലാതെ തിരിച്ചടിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിക്കണം. ഇപ്പം ഞങ്ങളത് എന്ന് പറയുന്ന ഞങ്ങൾ ഷജറുകൾ എന്ന് പറയുന്നത് എന്നെപ്പോലുള്ള സമസ്തക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ. നമുക്ക് ഒരു വെറുപ്പും പാണക്കാട് തങ്ങളോടോ മുസ്ലിം ലീഗിനോടോ ആ പ്രസ്ഥാനത്തിനോടോ ഇല്ല. കാരണം ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് അങ്ങനൊന്നും വരാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ഞങ്ങളുടെ മാനസികമായ വെറുപ്പും ഞങ്ങളുടെ അകൽച്ചയും എന്തിൻ്റെ പേരിലാണ്? വഫിയ എന്ന ഒരൊറ്റ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കുന്നില്ല. ഒഴിവാക്കണ്ടെന്നാലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ അവരെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിലെല്ലാം കെട്ടി, നിങ്ങൾ തന്നെ സ്റ്റേജ് കെട്ടി അവരെ കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള സമസ്തന്റെ മക്കളെ നിങ്ങൾ കൊഞ്ഞനം കെട്ടുക ചെയ്യുന്നത്. സമസ്തന്റെ ആശയം വെച്ച് നിൽക്കുന്നവരെ നിങ്ങൾ കൊഞ്ഞനം കെട്ടുക ചെയ്യുന്നത്. അവരിച്ചവരെ കൊണ്ട് ചിരിപ്പിക്കുക. അവർ പറഞ്ഞു, അവർ മുമ്പേ ഈ അക്കീം ഫൈസി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, ഞാൻ മുസ്ലിം ലീഗിനെയും സമസ്തനെയും തെറ്റിക്കും എന്ന് മുമ്പേ തീരുമാനം. ആ തീരുമാനത്തിലേക്ക് നിങ്ങൾ കെണിവെച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്തെങ്കിലും മനസ്സിലാക്കാത്തത്? ഇവിടെ മുസ്ലിം ലീഗ് സമസ്തയും തെറ്റിക്കൂടാന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? പക്ഷെ നിങ്ങൾ തെറ്റിക്കോട്ടെ എന്നാണ് നിങ്ങൾ മുനാനുവാദം കൊടുത്തത്. എങ്ങനെ? അത് പറ. ഞങ്ങൾ ഇനിയും കാത്തു നിൽക്കാൻ തയ്യാറാണ്. ഇനിയും ഭിന്നിക്കണമെന്ന ആഗ്രഹം ഞങ്ങൾക്കില്ല. എല്ലാവരും ഒന്നിക്കണമെന്നും ഈ സമ്മേളനവും അതേപോലെ തന്നെ ഇനി വരുന്ന ഇലക്ഷനും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ, മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കെട്ടുറപ്പ് ഉണ്ടാകണം. എന്നിട്ട് അത് ആ UDF എന്ന അധികാരത്തിൽ വരണം എന്നൊക്കെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹം വേറൊന്നുമല്ല, അതന്നെ ഞങ്ങളുടെ ആഗ്രഹം ഉള്ളത്. പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ സമസ്തനെ എന്തിനാണ് നിങ്ങൾ കൊഞ്ഞനം കാട്ടുന്നത് എന്നാണ് ഞങ്ങൾക്ക് ബേജാറുള്ളൂ. കാരണം സമസ്ത ഇപ്പം മുസ്ലിം ലീഗ് ആരെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒഴിവാക്കിയ ആളെ തലയിൽ കയറ്റി പിടിച്ച് നമ്മൾ നടക്കൽ ശരിയാണോ? നിങ്ങൾ അത് ചിന്തിച്ച് പറ. നിങ്ങൾ അതുമാത്രം ചിന്തിച്ചാൽ മതി. മുസ്ലിം ലീഗ് ആരെങ്കിലും ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നേതാവിനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ആ നേതാവിനെ തലയിൽ പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സ്റ്റേജ് കെട്ടിക്കൊടുക്കുക, എന്നിട്ട് ഞങ്ങളെല്ലാ സ്റ്റേജിലും കയറ്റിയിരുത്തുക. അതൊക്കെ ഞങ്ങൾ ചെയ്താൽ അത് മുസ്ലിം ലീഗിന് മോശമല്ലേ? നമ്മളങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ. നിങ്ങളിപ്പോൾ ഈ അക്കീം ഫൈസിക്ക് എല്ലാ സ്റ്റേജും ഒരുക്കി കൊടുക്കുന്നില്ലേ? എന്തിൻ്റെ പേരിൽ? ആരെ സ്വീപ്പാക്കാൻ? നിങ്ങൾ ആരെ തളർത്താൻ? നിങ്ങളെന്നെ ചിന്തിക്ക്. അത് അനുവദനീയമാണോ? അത് നല്ലതാണോ? അത് ശരി. CPM-ന്റെ സ്റ്റേജിൽ നിസ്കരിച്ചാൽ എന്താ തെറ്റ്? CPM-കാർക്കല്ലേ മോശം? നിങ്ങൾക്ക് എന്താ മോശം? നല്ല രസമല്ലത്. എൻ്റെ നാസറെ, CPM-ന്റെ സ്റ്റേജിൽ പോയിട്ട് ഒരു മുസ്ലിമായ ഒരാൾ അയാളുടെ ഐഡന്റിറ്റി അവിടെ വ്യക്തമാക്കിയാൽ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കല്ലേ പ്രശ്നം? നല്ല രസാത്. മുസ്ലിമിന്റെ പ്രശ്നം. നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? നിരീശ്വരവാദിയുടെ നെഞ്ഞത്ത് പോയിട്ട് മുസല്ല വിരിച്ച് നിസ്കരിച്ചാല് ആർക്കാ അതിന് വിഷമായിരിക്കാ? ഒന്ന് പറഞ്ഞാൽ. നിരീശ്വരവാദിക്കല്ലേ? മുസ്ലിമിനാ? എന്താണ് ഈ കാലത്ത് മുസ്ലിമിന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ പറ്റാത്ത ആളായി പറയുന്നു? മുസ്ലിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ പേടിക്കുന്നവര്. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തൂക്കിലേറ്റ് പോവല്ലോ എന്ന പേടിയിൽ നടക്കുന്ന ആൾക്കാരായി പറയുന്നു. നാണം വേണ്ടേ? റമദാൻ കഴിഞ്ഞ് നിങ്ങളെ കുറച്ച് ആൾക്കാർ സമ്മേളനം കഴിഞ്ഞാലേ പുറത്താക്കണ്ടല്ലോ, പുറത്ത് വലിച്ചു കിട്ടും. സമസ്തയുടെ കാര്യം സമസ്ത മക്കള് തീരുമാനിച്ചു, ലീഗല്ല തീരുമാനിച്ചുക. മനസ്സിലായോ? പിന്നെ
ഒരു നിസ്കാരം കലാഹാനിന്റെ മുമ്പ് എവിടുന്ന് നിസ്കരിക്കാം, മനസ്സിലായോ? അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ നിസ്കരിക്കാത്ത മനസ്സിലാന്ന് തോന്നുന്നുണ്ട്, അറിവില്ലാത്തത്. ആദ്യം ഒന്ന് സ്വന്തം നിസ്കരിക്കാൻ നോക്കി. ആദ്യം എവിടെങ്കിലും നിസ്കരിക്കും നിങ്ങള്, തറമേ റോട്ടിലോ മാർക്സിസ്റ്റ് പാർട്ടി യോഗത്തിൽ എവിടെ വെച്ചാ ആ സമയത്തിന് നിസ്കരിക്കാൻ നോക്കിയേ. വേറെ പോരൂല മനസ്സങ്ങളൊക്കെ, വേറെ പണി നോക്കിക്കൂടെ? ആരോട് പറഞ്ഞിട്ടും ഒരു കാര്യം ഇക്കാലത്തില്ല. ഉമ്മർ ഉസ്താദ് ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ എന്ത് കാരണത്താ പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും മനസ്സ് കാണിക്കോ, ധൈര്യം കാണിക്കോ? ഞാൻ ചോദിക്കുന്നു, മുസ്ലിം ലീഗിന്റെ സ്റ്റേജിൽ ഒരാൾ നിസ്കരിച്ചാൽ പറയാം നമുക്ക്, എന്താ പേടിക്കാനൊന്നുമില്ല, നല്ല സുരക്ഷിതമാണ്, നിസ്കരിക്കാൻ പറ്റും. നിസ്കരിക്കാൻ പേടിക്കണ്ട, കാരണം അതിലുള്ള മുസ്ലിം ലീഗാരും മുസ്ലിം ലീഗുകളല്ലേ, അപ്പൊ നിസ്കരിക്കാം. ഇത് നിസ്കാരേ ഇല്ല, നിസ്കാരേ പാടില്ല എന്ന് പറയുന്നതിന്റെ സ്റ്റേജിൽ കയറിയിട്ടാ നിസ്കരിക്കുന്നത്. ദൈവമേ ഇല്ല, ദൈവം പാടില്ല, ദൈവവിശ്വാസം പാടില്ല, നിസ്കാരം പാടില്ല, ഒന്നും പാടില്ല എന്ന് പറയുന്നവന്റെ നെഞ്ഞത്ത് സാരം പിരിച്ചാ നിസ്കരിക്കുന്നേ. അതിനൊരു ഇസ്സത്തും ഒരു ആണത്വം വേറെ വേണ്ടേ? നാസർ ഭായി എന്ന് പറഞ്ഞാൽ ആരോട് പറഞ്ഞിട്ടും ഒരു കാര്യം ഇക്കാലത്തില്ല. ഉമ്മർ ഉസ്താദ് ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ എന്ത് കാരണത്താ പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും മനസ്സ് കാണിക്കോ, ധൈര്യം കാണിക്കോ? ഞാൻ ചോദിക്കുന്നു, മുസ്ലിം ലീഗിന്റെ സ്റ്റേജിൽ ഒരാൾ നിസ്കരിച്ചാൽ പറയാം നമുക്ക്, എന്താ പേടിക്കാനൊന്നുമില്ല, നല്ല സുരക്ഷിതമാണ്, നിസ്കരിക്കാൻ പറ്റും. നിസ്കരിക്കാൻ പേടിക്കണ്ട, കാരണം അതിലുള്ള മുസ്ലിം ലീഗാരും മുസ്ലിം ലീഗുകളല്ലേ, അപ്പൊ നിസ്കരിക്കാം. ഇത് നിസ്കാരേ ഇല്ല, നിസ്കാരേ പാടില്ല എന്ന് പറയുന്നതിന്റെ സ്റ്റേജിൽ കയറിയിട്ടാ നിസ്കരിക്കുന്നത്. ദൈവമേ ഇല്ല, ദൈവം പാടില്ല, ദൈവവിശ്വാസം പാടില്ല, നിസ്കാരം പാടില്ല, ഒന്നും പാടില്ല എന്ന് പറയുന്നവന്റെ നെഞ്ഞത്ത് സാരം പിരിച്ചാ നിസ്കരിക്കുന്നേ. അതിനൊരു ഇസ്സത്തും ഒരു ആണത്വം വേറെ വേണ്ടേ? നാസർ ഭായി എന്ന് പറഞ്ഞാൽ സമസ്ത ഏൽപ്പിച്ച അത് ആ വിശ്വാസത്തോടു കൂടി ഏൽപ്പിച്ചു കൊടുത്ത ആ ഹക്കീം ഫൈസി എന്ന് പറയുന്ന അയാളും ഭരിച്ചില്ലേ? സമസ്തനെ ഭരിച്ചില്ലേ? പറ്റിക്കാത്തവരാരാന്ന് പറ. അയാൾ സ്വന്തം കയ്യിൽ നിർത്തുണ്ടാക്കിയത് ആ സ്ഥാപനമെല്ലാം എങ്ങനെ വാഫി ഉണ്ടാക്കിയത് അയാൾ സ്വന്തം കയ്യിൽ നിർത്താ? സമസ്ത ഉണ്ടാക്കി കൊടുത്തല്ലേ, സമസ്ത ലേബിളിൽ വന്നതല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല ചങ്ങായി, ഞാൻ അറിയാനായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ ഇത്രത്തോളം വ്യക്തമായിട്ട് കളവ് പറയാനാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. മുക്കം ഉമർ ഫൈസി ഈ അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ച് ഈ CAC വിഷയം അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം പാണക്കാട് കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടോ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാർ ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞുകൊണ്ടോ തെറി വിളിക്കുകയോ അവരെ ആക്ഷേപിക്കുകയോ ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടിരോ, കാണിച്ചിരോ? അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുസ്ലിം ലീഗിനെ അടച്ചാക്ഷേപിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? അത് കാണിച്ചു തരുമോ? അതിനെ തെളിവൊന്ന് കൊണ്ടുവന്നു തരുമോ? എന്താണ് ഇങ്ങനെ പച്ച കളവ് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആണ്? അതുപോലെ തന്നെ അമീദ് ഭായി ശമ്പരക്കടവ് പാണക്കാട് കുടുംബത്തെ, പാണക്കാട് തങ്ങന്മാർ എന്തെങ്കിലും ആക്ഷേപിച്ചതായിട്ട് പറയാൻ കഴിയുമോ? ഈ ഉമർ ഫൈസി ആവട്ടെ, ശരീഅത്ത് വിരുദ്ധ വിഷയങ്ങൾ, അതുപോലെ തന്നെ ദീനിൻ്റെ നിലപാട് പറയും. അത് അവിടെ തങ്ങളാണോ തന്നെ മൂല്യാരാണോ നാടനാണോ പിന്നെ ഇതൊന്നും നോക്കൂല. ശരീഅത്തിൻ്റെ നിയമം പൊതുവായ രീതിയിൽ പറയും. അത് പല ആളുകളും തെറ്റിദ്ധരിച്ച് അത് അവർക്ക് വേണ്ടി എതിരാണ്, അത് ഇവർക്കെതിരാണ്, അത് ലീഗുകാർ അങ്ങനെ പടച്ചുണ്ടാക്കുന്നു. അതല്ലാതെ പിന്നെ ഔദ്യോഗികമായിട്ട് അങ്ങനെ പാണക്കാട് തങ്ങന്മാരെയോ കുടുംബത്തെയോ ആക്ഷേപിച്ചതായിട്ട് ഏതെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരുമോ? അത് അമീദ് ഫൈസിൻ്റെ വിഷയത്തിൽ പിന്നെ ദാറുന്നജാത്തിന് ഉസ്സൻ കെട്ടിപ്പടച്ചുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾ, ഉസ്സൻ പടച്ചുണ്ടാക്കുന്ന ഓരോ വിഷയങ്ങൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ ജനുവരിയാണ് എൻ്റെ ഓർമ്മ ശരിയാണ്, ഈ ജനുവരി തന്നെ എൻ്റെ ആദ്യഘട്ടത്തിൽ ദാറുന്നജാത്ത് അറബിക് കോളേജിൻ്റെ പിന്നെ മാനേജ്മെൻറ്റ്, അതിൻ്റെ പ്രസിഡൻ്റ് ആരാ? സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതിൻ്റെ സെക്രട്ടറി ആരാ? അഡ്വക്കേറ്റ് ഉമ്മർ MLA, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവ്. ഇവരാണ് അമീദ് ഫൈസിൻ്റെ ട്രഷററാണ്. ഇവരൊക്കെ കൂടിയ ഒരു കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. ദാറുന്നജാത്തിൻ്റെ പേരിലും വരുന്ന എല്ലാ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ അബദ്ധജടിലമാണ്. അത് പിന്നെ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് പഠിച്ചുണ്ടാക്കിയതെന്ന് ഒക്കെ വ്യക്തമാക്കി
ദാറുന്നജാത്തിൻ്റെ ലെറ്റർ പേഡിൽ പ്രിന്റ് ചെയ്ത് കണ്ട് ഔട്ട് ചെയ്തൊരു പോഷൻ നിങ്ങൾ ആരും കണ്ടില്ലേ? വാർത്ത കണ്ടില്ലേ? പത്രമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്ന കണ്ടില്ലേ? എന്തിനാ അങ്ങനെ പച്ച കളവ് പറഞ്ഞുകൊണ്ട് ഈ ഒരു ജനമധ്യത്തിൽ വെറുതെ എന്തിനാ വഷളാവുന്നത്? ഇത് നിങ്ങൾക്ക് ലീഗുകാർക്ക് ഉള്ള ഒരു സോക്കടാണല്ലോ. പണ്ഡിതന്മാരെ വളരെ പച്ചക്ക് തിന്നാന്നല്ലാതെ വേറൊന്നുമില്ല. എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത്? എന്താ ചെയ്യണ്? തലയിലെ തലച്ചോറ് നായിരുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താ ഇപ്പൊ ചെയ്യണ്? ഓരോരോ മനുഷ്യന്മാർ അങ്ങനെയാണെങ്കിൽ എടാ എവിടുന്നേലും നിസ്കരിച്ചായികളെ, എവിടുന്നേലും ഏതേലും പുല്ലായോ തടുക്കോ പായോ എവിടുന്നേലും വിടുന്നേലും കള്ളാക്കെ നിസ്കരിച്ചാ മതി. അതിന് നിങ്ങൾ തുടക്കം കുറിച്ചേ. ഇപ്പൊ നിസ്കരിച്ചതാ കുറ്റം. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത 2 സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ കള്ളാഹാവുന്ന ശരിക്കും മഗ്‌രിബ് നിസ്കാരത്തിന് അത്രയുള്ള സമയം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് കഴിഞ്ഞാൽ അതോടുകൂടി മഗ്‌രിബ് കള്ളായിന്ന്. പക്ഷെ അയാൾ ആ വാങ്കൊടുത്തോടു കൂടെ ആ പൗരത്വത്തിന്റെ ഇത് ഞാനും പോയിന്നു അന്ന്. മനസ്സിലായോ? ഒരു കനാലിന്റെ തോടിന്റെ ചാലിനെന്നു ആ വാങ്കൊടുത്തു. ഏത് വേദി ഉമ്മർ ഫൈസിക്ക് എന്ത് ലീഗ് വെച്ചിട്ട് എന്ത് CPM വിജയം ആ സമയം നിസ്കരിച്ചു. അതാണ് മുതലേ, അതാണ് ഇസ്ലാമേ, അതാണ് ദീനേ. അത് നിങ്ങൾക്ക് പറ്റൂലേ? നിങ്ങൾക്ക് കണ്ണിക്കണ്ട ആലയിൽ കയറണേ. കണ്ടത് മുസ്ലിം ലീഗിന്റെ സ്റ്റേജിൽ വെച്ചിട്ട് നിസ്കരിച്ചാൽ നമുക്ക് വലിയ അതിശയോധം കാണാനില്ല അതിന്. കാരണം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഞങ്ങളൊക്കെ നാട്ടിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റിന്റെ കൊടി കുത്താൻ വിടില്ല. അന്ന് ലീഗിന്റെ കൊടി ഞങ്ങൾ കുത്തും. പക്ഷെ രാത്രിയാകുമ്പോ അവര് പൊളിച്ചോണ്ടുപോകും. മനസ്സിലായില്ലേ? കുത്താൻ വിടില്ല. അങ്ങനത്തെ അടുത്ത് ഞങ്ങൾ കുത്തി ഞങ്ങൾ അവസാനം പറഞ്ഞ് നിങ്ങൾ നെഞ്ഞത്ത് കുത്തും. നിങ്ങൾ നെഞ്ഞത്ത് കുത്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ കുത്തി വരാൻ ഏത് അപ്പൊ അതേപോലെ തന്നെ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് സാലിപ്പിച്ച് നിസ്കരിച്ചാൽ അതിനാണ് അഭിമാനം എന്ന്. അത് അപമാനമല്ല, അത് അഭിമാനാണ്. പറയാൻ കഴിയോ? നിങ്ങളെല്ലാം കൊടുത്തിട്ട് ഏതെങ്കിലും ഒരുത്തരി ഞാൻ ഇത്ര വലിയ നിരീശ്വരവാദികളും ഇത്ര വലിയ ഇസ്ലാമിക ശത്രുക്കളുമായവരുടെ സ്റ്റേജിൽ കയറിയിട്ട് ഞാൻ എന്റെ നിസ്കാരം നിർവഹിച്ചു എന്ന് പറയാൻ ആണത്തുള്ള ഏതെങ്കിലും ഒരുത്തര് കേരളത്തിലുണ്ടോ? ഈ ഉമർ ഉസ്താദ് അല്ലാതാണ്ട് ഒന്ന് പറഞ്ഞാൽ. പിന്നെ ഹമീദ് വൈസി അമ്പലക്കടവ്, ഞാൻ അമ്പലക്കടവുകാരനാണ്. അമ്പലക്കടവ് മഹലിൻ്റെ പള്ളിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹമീദ് വൈസി അമ്പലക്കടവ് മഹലിൽ ജുമാഅത്ത് പള്ളിൻ്റെ പ്രസിഡൻ്റാണ്. കാലങ്ങളായിട്ട് പ്രസിഡൻ്റാണ്. ഒരുപാട് നല്ല നല്ല സംരംഭങ്ങൾ പള്ളിൻ്റെ കെയർ ഓഫിൽ മൂപ്പരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം, തറവാട്, അദ്ദേഹത്തിൻ്റെ ഈ കാലമത്രയും അവരൊക്കെ മുസ്ലിം ലീഗുകാരാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം അമ്പലക്കടവ് വാർഡ് മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. തൊട്ട് മുമ്പ് വരെ. ഇങ്ങനെയൊക്കെ ആയിരിക്കെ ആ വ്യക്തിയെക്കുറിച്ചാണ് സഖാവ് ഹമീദ് വൈസി എന്തെല്ലാമാണ് നിങ്ങൾ പഠിച്ചുവിട്ടുണ്ടാക്കുന്നത്? ഇതൊക്കെ നിങ്ങളെ പോലത്തെ ആളുകൾ പഠിച്ചുണ്ടാക്കി വിടണല്ലേ? എന്തിനാ വെറുതെ ഈ പണ്ഡിതന്മാരെ പച്ചമാസം തിന്നുകാണ്ട് വെറുതെ ഇല്ല അമല ഗുണം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? CPMന്റെ പരിപാടി. CPM പൗരത്വ ബില്ലിന് ഉണ്ടാക്കിയ യോഗത്തിൽ വെച്ച് മഗ്‌രിബ് വാങ്കൊടുത്തപ്പോ വാങ്കൊടുത്ത നിസ്കാരാണ് വലുത്, പൗരത്വ ബില്ലല്ല വലുത്. മുസ്ലിമായ മനുഷ്യൻ വാങ്കൊടുത്താൽ നിസ്കാരാണ് വലുത്. ആ പറഞ്ഞ ചെങ്ങായിക്കൊക്കെ നിസ്കാരമല്ല വലുത്. ഞാനൊക്കെ മനസ്സിലായി. അതും CPMന്റെ വേദിന്ന്, ലീഗിന്റെ വേദി എന്നകലോ. ഒരു കമ്മ്യൂണിസ്റ്റ് CPMന്റെ വേദിന്ന് 5 വഖത്ത് ആ വാങ്കൊടുത്തപ്പോ നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഓനാണ് ആൺകുട്ടിയടാ, ഓനാണ് രാജാവ്. അതിന് പട്ടം കൊടുക്കുക വേണ്ടത്.